പരിശുദ്ധമായ ശഅബാൻ മാസം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു മാസമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസമാണെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സ്വലാത്ത് ചൊല്ലലുമായി ബന്ധപ്പെട്ട ആയത്തുണ്ടല്ലോ, ഇന്നല്ലാഹു വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്ത് ഇറങ്ങിയത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നു, ധാരാളം സ്വലാത്ത് ഈ മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ഈ മാസത്തിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ധാരാളം നോമ്പെടുത്തിരുന്നു എന്നാണ് ഈ മാസത്തിൽ. എത്രത്തോളം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, വമാ റഅയ്തുഹു സ്വമ ഫീ ശഹരിൻ അക്സറ മിൻ സിയാമിഹി ഫീ ശഅബാൻ. ശഅബാൻ മാസത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് എടുക്കുന്ന നോമ്പിന്റെ അത്രേ കൂടുതൽ നോമ്പ് മറ്റൊരു മാസത്തിലും എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രയും ധാരാളം നോമ്പ് അള്ളാഹുവിന്റെ ഹബീബ് ഈ മാസത്തിൽ എടുത്തിരുന്നു എന്നാണ്. ഇത് കണ്ടപ്പോൾ മഹരിയായ ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ് മലി അറാ സിയാമക ഫീ ശഅബാൻ. നബിയെ, അങ്ങെന്താണ് ഈ ശഅബാൻ മാസത്തിൽ ഇത്രയും നോമ്പെടുക്കാൻ കാരണമെന്താണ്? ഒരുപാട് നോമ്പ് ഈ മാസത്തിൽ ശഅബാനിൽ അങ്ങ് എടുക്കുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യാ ആയിഷ ഇന്നഹു ശഹ്റുൻ യൻസഖുൽ മലക്കുൽ മൗത്ത് ഫീഹി ഇസ്മു മൻ യഖ്ബിളു റൂഹഹു ഫീ ബഖിയത്തിൽ ആം. ഈ മാസത്തിൽ ഞാൻ ധാരാളം നോമ്പെടുക്കാനുള്ള കാരണം, വരുന്ന വർഷത്തിൽ ഏതൊക്കെ ആളുകളുടെ, എത്ര ആളുകളുടെ റൂഹിനെയാണ് അള്ളാഹ് പിടിക്കുന്നത്, എത്ര ആളുകളാണ് മരണപ്പെടാനുള്ളത് എന്ന കണക്ക് അള്ളാഹു ഈ മാസത്തിൽ തീരുമാനമെടുക്കുന്ന മാസമാണ്. വരും വർഷത്തിൽ എത്ര ആൾ മരണപ്പെടാനുണ്ട് എന്ന കണക്ക് അള്ളാഹു എടുക്കുന്നത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് ഫഅന ഉഹിബ്ബു അല്ലാ യൻസഖ ഇസ്മീ ഇല്ലാ വഅന സായിം. എന്റെ പേര് അള്ളാഹു മലക്കുൽ മൗത്തിന്റെ കയ്യിലേക്ക് കൈമാറുമ്പോൾ ഞാനൊരു നോമ്പുകാരനായിരിക്കണം. ഒരു നോമ്പുകാരനായി കൊണ്ടാവണം എന്റെ ലിസ്റ്റ്, എന്റെ പേര് അള്ളാഹു മലക്കുൽ മൗത്തിന്റെ കയ്യിലേക്ക് കൈമാറേണ്ടത്. അതുകൊണ്ടാണ് ഈ മാസത്തിൽ ഞാൻ അത്രയും നോമ്പെടുക്കുന്നത് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മാസത്തിലാണ് വരും വർഷത്തിൽ എത്ര ആൾ മരണപ്പെടാനുണ്ട് എന്ന കണക്ക്, മാത്രമല്ല മറ്റുള്ള എല്ലാ വിഷയങ്ങളും അല്ലാഹു തീരുമാനിക്കുന്നത് ഈ മാസത്തിലാണ്. വഫീഹി തുർഫഉ അഅമാലുൽ ഇബാദി ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ അടുക്കിലേക്ക് അടിമകളുടെ അമലുകൾ ഈ മാസത്തിൽ പ്രത്യേകം ഉയർത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്റെ ലിസ്റ്റിൽ ഒരുപാട് നോമ്പ് വേണം. അതുകൊണ്ടാണ് ഞാൻ